പരിശുദ്ധമായ സഫർ മാസത്തിന്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈമാൻ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഈമാൻ കുറഞ്ഞു പോകുന്ന, നിസ്കരിക്കാൻ മടി, അല്ലെങ്കിൽ എന്താ പറയുക, പള്ളി പോകാൻ പുരുഷന്മാർക്ക് മടി, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ മടി, അള്ളാഹ് ഉണ്ടോ എന്നൊക്കെ സംശയം, അങ്ങനെ പല പല ദുഷിച്ച ചിന്തകളൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ വരാറുണ്ട്. അത് മാറാൻ ഒരു സിമ്പിൾ ടിപ്സ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. ഒന്ന് കേട്ടു നോക്കിയാലോ. സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ ഓതാൻ അറിയാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നിത്യമായി നിസ്കാരത്തിലല്ലാതെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ മാത്രം ഓതേണ്ട സൂറത്തൊന്നും അല്ലട്ടോ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ നമ്മൾ അറിയാത്ത 10 മഹത്വങ്ങളുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ. സൂറത്തുൽ ഫാത്തിഹയുടെ ആരും അറിയാത്ത 10 നേട്ടങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് കേട്ടാലോ. സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം, അതായത് ജുമാ നമസ്കാരത്തിന് ശേഷം, സ്ത്രീകള് ളുഹർ നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ അതുപോലെ മറ്റു ചില സൂറത്തുകളൊക്കെ ഓതിയിട്ട് അയാള് ദുആ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അയാൾക്ക് സംഭവിക്കുന്ന ചില സംഭവങ്ങൾ, അത്ഭുതങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ. ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ സഫർ മാസത്തിന്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരു ദിവസം അള്ളാഹു എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ ദിവസമാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച ദിനമാണ്. അള്ളാഹുവെ പടച്ചവനെ, ഈ 2 സമയങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് അവരുടെ സമുദായങ്ങൾക്ക് അള്ളാഹു കൊടുക്കാത്ത അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. നമുക്ക് മാത്രം, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാത്രം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച രാവും ആ വെള്ളിയാഴ്ച ദിനത്തിന്റെ മഹത്വവും. അതിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് ആവർത്തിച്ചു പറയുന്നില്ല. അല്ലാഹു തആല ഈ ഒരു രാവിനും നാളത്തെ പകലിനും കൊടുക്കേണ്ട പ്രാധാന്യമൊക്കെ കൊടുത്ത് വലിയ ഖൈറിന്റെ ഒരുപാട് അമലുകൾ, നല്ല നല്ല അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും പരിപാവനമായ സഫർ മാസത്തിന്റെ അവസാന ദിനങ്ങളിലൂടെയാണ് പോകുന്നത്. ഇനി ഏതാനും ദിവസം കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ പുണ്യമായ റബീഉൽ അവ്വൽ മാസം വരികയാണ്. റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ്, അല്ലെ? അള്ളാഹുവെ പടച്ചവനെ, ആ റബീഉൽ അവ്വൽ മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും അതിൽ ഒരുപാട് സ്വലാത്തുകൾ പറയാനും അതുപോലെ തന്നെ മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ, മനാഖിബുകൾ അതൊക്കെ പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. മുത്തു നബിയോടുള്ള ഹുബ്ബ് നീ അധികരിപ്പിച്ച് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഒന്നിച്ചു പറഞ്ഞ്, ഒരു ദിവസം ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 3 വട്ടം ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല റാഹത്തിലാക്കും. അവന്റെ വസ്വാസ് മാറുമെന്ന്. ഇന്ന് ഒരുപാട് പേർക്ക് വസ്വാസ് ഉണ്ട്. വുളു എടുക്കുമ്പോൾ വസ്വാസ് ഉണ്ട്. ചില ആളുകൾക്ക് വിശ്വാസത്തിൽ വസ്വാസ്, അല്ലാഹ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഭയങ്കര വസ്വാസാണ്. ആ വസ്വാസൊക്കെ മാറാനുള്ള ഒരു അത്ഭുത മരുന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ഒന്നിച്ച് പറഞ്ഞാൽ വലിയ ഖൈറാൻ. എല്ലാവരും 3 പ്രാവശ്യം പറയാം. നമുക്ക് നമ്മുടെ ഈമാൻ ഉറക്കാനും നമ്മുടെ വസ്വാസുകൾ മാറാനും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും അള്ളാഹുവിനോടും അവന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും വിശുദ്ധമായ ദീനിന്റെ ഇബാദത്ത്, ദീനിന്റെ കാര്യങ്ങളോട് നമുക്കൊരു ദീനുമായിട്ടൊരു അടുപ്പമുണ്ടാവാൻ, ഈമാൻ അധികരിക്കാനും കൂടിയുള്ള ഒരു ദിക്റാണിത്. ഒന്നെല്ലാവരും പറഞ്ഞ്, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഒന്നുകൂടി, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഒരു പ്രാവശ്യം കൂടി, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഈമാൻ അധികരിപ്പിച്ചു തരണേ അല്ലാ. ഇപ്പൊ ഞങ്ങൾ മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളെ നീ മുഅ്മിനീങ്ങളാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച ദിനമാണ്. ഇൻഷാ അല്ലാഹ് ഇനി പറയുന്നൊരു കാര്യം നാളെ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ സഹായങ്ങൾ, അപകടങ്ങളെ തൊട്ടുള്ള കാവൽ എല്ലാം അള്ളാഹു തരും. എന്താ ചെയ്യേണ്ടത്? ഉമ്മമാര്
നാളെ വെള്ളിയാഴ്ച പള്ളിയിലൊന്നും ആരും പോകാറില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ളുഹർ നിസ്കരിക്കാനാണ്, അത് മതി, അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ നാളെ ളുഹർ നമസ്കാരത്തിന് ശേഷം പുരുഷന്മാര് പള്ളിയിൽ പോയി ജുമാ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഒന്നിരിക്കാം. എന്താ പറയാ, 3-4 മിനിറ്റ് മാത്രം മതി, അത്രയും വേണ്ട. എന്താ ചെയ്യേണ്ടത്? 3 പ്രാവശ്യം. ഇത് നമുക്ക് വലിയ മശായിഖന്മാര് അവർ അള്ളാഹുലേക്ക് എങ്ങനെയാണ് അടുത്തതെന്ന് പലരും ചോദിക്കുമ്പോൾ അവർ ഉത്തരമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ. നമുക്ക് എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ അറിയാലോ, ഫാത്തിഹ ഇനി പഠിക്കേണ്ട കാര്യമില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത്. 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത്. 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന സൂറത്ത്. അതുപോലെ തന്നെ 3 പ്രാവശ്യം ആയത്തുൽ കുർസി. മൊത്തം 5 കാര്യം. 5 കാര്യം 3 എണ്ണം വീതം. 1 ഫാത്തിഹ, 2 സൂറത്തുൽ ഇഖ്ലാസ്, 3 സൂറത്തുൽ ഫലഖ്, 4 സൂറത്തുൻ നാസ്, 5-മത്തേത് ആയത്തുൽ കുർസി. ഈ 5 കാര്യവും 3 പ്രാവശ്യം വീതം നമ്മൾ ഓതിയിട്ട് നമ്മുടെ 2 കൈകളിൽ ഇങ്ങനെ ഊതുക. ഇശ്ഫി എന്ന് പറഞ്ഞു ഊതി ശരീരത്ത് തടവിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും. ഇത് ഒരുപാട് മുഫസ്സിരീങ്ങൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഈ ഒരു കാര്യം എഴുതി വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. തീർന്നോ? ഇല്ല. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം നമ്മൾ എല്ലാ നമസ്കാരത്തിലും ഓതുന്നതാണ്, അല്ലെ? ഫാത്തിഹ ഇല്ലാത്തൊരു നിസ്കാരം ഇല്ലല്ലോ. മയ്യിത്ത് നിസ്കാരമാണെങ്കിലും സുന്നത്തായ നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും അതുപോലെ മഴയെ തേടിയുള്ള നിസ്കാരമാണെങ്കിലും പെരുന്നാൾ നിസ്കാരമാണെങ്കിലും എല്ലാത്തിലും എന്തുണ്ട്? ഫാത്തിഹ ഉണ്ട്. ഫാത്തിഹ ഒഴിവാക്കിയിട്ടൊരു നിസ്കാരമില്ല. നമ്മൾ ഒരു ദിവസം 17 വട്ടമാണ് നിർബന്ധമായും നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നത്. അതല്ലാതെയും എത്രയോ പ്രാവശ്യം നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അതിന്റെ മഹത്വം നമുക്ക് അറിയാം, പക്ഷെ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് വലിയ മഹാനായിരുന്നു ഖലീൽ ഇബ്നു അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്. മഹാനവറുകൾക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരുപാട് ദർസ് എടുക്കും, ഒരുപാട് കിതാബുകളൊക്കെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, ഒരുപാട് മസ്അലകൾ പറഞ്ഞു കൊടുക്കും, ഒരുപാട് ഹദീസ് ക്ലാസ് എടുത്തു കൊടുക്കും, ഖുർആനിന്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ മഹാനവറുകൾ ഖുർആൻ ഓതും. അതുപോലെ തന്നെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും, പകലൊക്കെ പഴുങ്ങ നോമ്പായിരിക്കും. ഇങ്ങനെ വലിയ ഇബാദത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അള്ളാഹു നിങ്ങളെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് നോമ്പ് പിടിച്ചു, അല്ലെ? ഒരുപാട് സ്വതക്ക കൊടുത്തു, ഒരുപാട് ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അള്ളാഹു നിങ്ങളിൽ നിന്നും ആദ്യമായി എന്താണ് ഉസ്താദെ ഇബാദത്തുകളിൽ നിന്ന് എന്താണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞത്, ഗഫറലി റബ്ബി, എനിക്ക് എൻ്റെ പടച്ച റബ്ബ് എനിക്ക് പുറത്തു തന്നു. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ നിസ്കാരവും നോമ്പൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ് അള്ളാഹു തആല പെട്ടെന്ന് സ്വീകരിച്ചത്. അത് വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിതകാലത്ത് എൻ്റെ മക്കളെ ഒരുമിച്ച് കൂട്ടി. അദ്ദേഹത്തിന് 4-5 മക്കളുണ്ട്. മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ അവർക്ക് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു. സൂറത്തുൽ ഫാത്തിഹ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവർ അത് പഠിക്കുകയും ചെയ്തു. ആ ഒരൊറ്റ കാര്യമാണ് അള്ളാഹു പ്രധാനമായും എന്നോട് ചോദിച്ച് എനിക്ക് കൂടുതൽ പ്രതിഫലം നൽകിയത്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കും, പക്ഷേ നമ്മൾ ചിലപ്പോൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മളല്ലല്ലോ പഠിപ്പിക്കുന്നത്, മദ്രസയിലെ ഉസ്താദുമാരൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മളിപ്പോ സൂറത്തുൽ ഫാത്തിഹ ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. അതല്ലാതെ നമുക്ക് എല്ലാ ദിവസവും മഗ്രിബ് കഴിഞ്ഞ് മോളെ ഒരു ഫാത്തിഹ ഓദിക്കേ അല്ലെങ്കിൽ ഒരു യാസീൻ ഓദിക്കേ എന്ന് നമുക്ക് പറയാമല്ലോ, നമുക്ക് അവരോടൊന്ന് പറയാമല്ലോ. അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നതിന് മുമ്പ്, വിഷയങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് മോളെ ഒരു ഫാത്തിഹ ഓതിയിട്ട് നീ പഠിക്കാൻ വേഗത്തിൽ ഹിഫ്ള് കിട്ടുമെന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ 10-30ഓളം പ്രതിഫലങ്ങൾ മഹത്തുക്കൾ തഫ്സീറിൽ എഴുതി വെക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹിഫ്ള് കിട്ടാൻ, ഓർമ്മശക്തി കിട്ടാൻ പ്രധാനമായി നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹയെ നമുക്ക് അവലംബിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വലിയൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ അത് ഓതുമ്പോൾ നമ്മൾ പലപ്പോഴും അബദ്ധങ്ങൾ വരുത്താറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില ആളുകൾ ഫാത്തിഹ ഓതുമ്പോൾ, അതല്ലാത്ത സമയത്തൊക്കെ ബിസ്മി ഓതുമ്പോൾ എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. ന്യൂ അല്ല കേട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന് ഓതേണ്ട സ്ഥലത്ത് അൽഹംദു ഹാ അവിടെ പറയാറുണ്ട്. ഹാ അല്ല, ഹാ ആണ്. ജീമൊക്കെ എഴുതുന്നത് പോലെ ഹാ, ആ ഹാ ആണ്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ അല്ല, ആലമീനാണ്. അതുപോലെ അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാനുർ റഹീം അല്ല, അർ-റഹ്മാനിർ റഹീം. അതൊക്കെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. അർ-റഹ്മാനിർ റഹീം
മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ചില ആൾക്ക് ഇജ്ജാക്ക എന്ന് പറയും. ഇജ്ജാക്ക അല്ല, ഇയ്യാക്കാന്ന്. അവിടെ ശബ്ദുണ്ട്. ഇയ്യാക്ക അല്ല, വെറും യാ അല്ല, ഇയ്യാക്ക എന്നല്ല, ഇയ്യാക നഅ്ബുദു. നഅ്ബുദു അല്ല, നഅ്ബുദു എന്നല്ല, നഅ്ബുദു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെയും ഐനാൻ. നസ്തഈൻ എന്നാൻ, നസ്തഈൻ അല്ല, നസ്തഹീൻ അല്ല. ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ ഫാത്തിഹ ഓതുമ്പോൾ എത്രയോ തെറ്റുകളാണെന്നറിയോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. അവരൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചതായിരിക്കും. മദ്രസയിലൊക്കെ 1, 2, 4, 5 ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പഠിക്കുന്ന പഠിത്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി സൂറത്തുൽ ഫാത്തിഹ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന ചില ഇഹ്ദിന എന്നല്ല, ഇഹ്ദിന സിറാത്ത് അല്ല, സ്വിറാത്ത സ്വാദാൻ. ഇഹ്ദിന സ്വിറാത്തയല്ല, ത്വഹആൻ. എന്റെ പൊന്നുസ്താദ്, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കും? നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഖുർആൻ എടുത്തൊന്ന് നോക്കി ഓതിയാൽ തന്നെ പകുതി നമുക്ക് തെളിയും. തജ്വീദൊക്കെ ഒന്ന് തെളിയും. ഖുർആൻ എടുത്ത് നോക്കി ഓതുക. അതിനകത്ത് നീട്ടേണ്ട അക്ഷരം ഏതാണ്, മണിക്കേണ്ട അക്ഷരം, അതൊക്കെ നമുക്കൊരു അടയാളപ്പെടുത്തി അവർ തന്നിട്ടുണ്ട്. ഇതൊരു തജ്വീദിന്റെ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഓതണം, എങ്ങനെ ഓതരുത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അവിടെ സ്വാദല്ല, സീനാൻ. മുസ്തഖീം എന്നാണ്, അല്ല മുസ്തഖീം അല്ല. പിന്നെ അത് കഴിഞ്ഞ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അലൈഹിം ആണ്, ഹാ അലൈഹിം. അവിടെ അലൈഹിം അല്ല, അലൈഹിം. അലൈഹിം എന്നല്ല, ഐനാണ്, അലൈഹിം. ഗൈരിൽ, ഗൈരിലല്ല, ഗൈരിലല്ല, ഗൈരിൽ. ഗൈരിൽ മഗ് അല്ല, മഗല്ല, മഗ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമുക്കൊന്ന് എല്ലാവർക്കും ഒന്നിച്ച് ഓതിയാലോ? സൂറത്തുൽ ഫാത്തിഹ ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്നതാണ്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. അത് ഓതാതെ പോവരുതേ, എല്ലാ സമയത്തും ഓതാം. പിന്നെയോ ശൈത്വാൻ കരയുന്ന സന്ദർഭങ്ങൾ പലതുണ്ട്. പിശാച് പൊട്ടിക്കരഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സന്ദർഭമാണ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തായ ഹബീബ് ജനിച്ച സമയത്ത് പിശാച് ഓടി കരഞ്ഞ് അട്ടാസിച്ചു എന്നാണ്. നബി തങ്ങൾ ജനിച്ച ഭയങ്കര സങ്കടമായി. കാരണം മുത്തായ ഹബീബല്ലേ വരുന്നത്. ഹബീബിന്റെ ജന്മദിനത്തിൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയാണ്. പിശാച് അവൻ ദുഃഖിച്ചു എന്നാണ്, അവൻ സങ്കടപ്പെട്ടു എന്നാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴും ഈ പിശാച് ഇങ്ങനെ കരഞ്ഞു എന്നാണ്. പിശാച് കരഞ്ഞു എന്നാണ്. പിന്നെ സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഇറങ്ങിയപ്പോഴാണ് 70,000 മലക്കുകൾ ഭൂമി ലോകത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് ഇറങ്ങി വന്നതെന്നാണ്. സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും. അപ്പൊ നമ്മൾ ഒന്നാമതായി പറഞ്ഞത് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തേത് പിശാച് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയത്ത് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഫാത്തിഹയുടെ മഹത്വങ്ങൾ പറയുകയാണ്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ഈ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നാലാമത്തേത്, അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങൾ ആവർത്തിച്ചോതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അഞ്ചാമത്തേത് സബുഉൽ മസാനി എന്ന് ഒരു പേര് ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട്. കാരണം 2 തവണ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയെന്ന്, 2 പ്രാവശ്യം ഇറങ്ങി. അതിന്റെ മഹത്വമാണത്. 2 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ മുത്തായ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഓതിക്കൊടുത്തു. ആറാമത്തേത് വെള്ളിയാഴ്ച ദിനത്തിലാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയതെന്നാണ്. യാ അല്ലാഹ്, വെള്ളിയാഴ്ച ദിനത്തിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ആയത്തുൽ കുർസി. ഈ ആയത്തും ഈ സൂറത്തുകളും എന്ത് ചെയ്യണം? നാളെ വെള്ളിയാഴ്ച ളുഹർ നമസ്കാരത്തിന് ശേഷം ഉമ്മമാരും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം വാപ്പമാരും ഓതാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓതിയാൽ, നല്ല ഇഖ്ലാസോടുകൂടി ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ 7-മതായി
ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റി കിട്ടാനുണ്ടെങ്കിൽ ഇവൻ 313 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അവൻ ദുആ ചെയ്യണമെന്നാണ്. 313 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ 8ാമത്തെ മഹത്വമായിട്ട് പറയുന്നത്, രോഗിയുടെ അടുക്കൽ 41 ദിവസം ഇത് ഓതിയിട്ട് അയാളെ മന്ത്രിച്ചാൽ അയാളുടെ രോഗം ശിഫയാകുമെന്നാണ്. 9ാമതായി ഇതിന്റെ മഹത്വം പറയുന്നത്, സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിലല്ലാതെ മറ്റു സമയങ്ങളിൽ ഓതൽ ഇങ്ങനെ ആവർത്തിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമെന്നാണ്. 10ാമതായി കാണാം ഈ സൂറത്തുൽ ഫാത്തിഹയുടെ വലിയ മഹത്വം, കണ്ണേറ്, സിഹർ, അതുപോലത്തെ മാരണങ്ങൾ, നാവിന്റെ ദോഷം, കൈവശം, അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടുമെന്ന്, ഇങ്ങനെ ഒരുപാട് മഹത്വം സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. നമ്മളൊരു 10 മഹത്വമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ സൂറത്തുൽ ഫാത്തിഹ നിത്യമാക്കണം. ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ നിസ്കാരത്തിലല്ലാതെ, സാധാരണ നിസ്കാരത്തിലല്ലാതെ നമ്മൾ ഒരു സൂറത്തുൽ ഫാത്തിഹ ഒരു 3 പ്രാവശ്യം ഓതി നമ്മൾ പ്രത്യേകം ദുആ ഇറക്കണം. ഈ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി ദുആ ഇറക്കാറുണ്ട്. ഇന്ന് അല്ലെ മരണപ്പെട്ട വാപ്പ ഉമ്മ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ നമ്മളൊരു ഫാത്തിഹ എങ്കിലും ഓതി നമ്മൾ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിച്ച് അതിന്റെ മഹത്വം ഒരുപാടുണ്ട്, അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ ഇറക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത വെള്ളിയാഴ്ചയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലായിരിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത റബീഉൽ അവ്വൽ മാസം അല്ലേ, അൽഹംദുലില്ലാഹ്, അതിനൊക്കെ സ്വീകരിക്കാൻ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.